പ്രൈസ് ദി ലോർഡ്. ക്ലാസ്സിൽ നിന്ന് പരസ്പരം സ്നേഹിക്കണമെന്നുള്ളത്, പിന്നെ ഗോൾഡൻ റൂള്, ആ സുവർണ നിയമം നടപ്പിലാക്കിയാൽ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പലപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഏറ്റുമുട്ടൽ പോലെ തുടങ്ങും. അപ്പോൾ എനിക്ക് ചേട്ടനാണെങ്കിൽ എല്ലാവരെയും തിരുത്തുന്ന ഒരു സ്വഭാവമാണ്, ചേട്ടനൊരു തിരുത്തലുമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പറയും, ചേട്ടനെങ്കിലും ഒന്ന് നന്നായി കൂടെ, എന്തിനാ എല്ലാവരും ഇങ്ങനെ ചീത്ത പറയണേന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടന് അതും പറഞ്ഞ് ഞാൻ തിരുത്താൻ തുടങ്ങും, അങ്ങനെ ഏറ്റുമുട്ടാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഈ ഗോൾഡൻ റൂള് നടപ്പിലാക്കുകയാണെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താതെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് പരിശുദ്ധാത്മാവിനോട് എന്ത് പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് മാത്രം അങ്ങനെ കൂടുതൽ നല്ല വിഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടിയത്, അത് ഒരു യേശു ഒരു അരയിൽ ഒരു ചുവന്ന കച്ച ചുറ്റിയും കൊണ്ട് നിൽക്കുന്ന ചിത്രം, പിന്നെ ഒരു മഞ്ഞ് പൊഴിയുന്ന അന്തരീക്ഷത്തിൽ യേശു കുറേ ചെമ്മരിയാടുകളെ നയിക്കുന്ന ഒരവസ്ഥ, പിന്നെ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മെസ്സേജ് പോലെയുള്ള ഒരു വിജനപ്രദേശത്ത് കുറ്റിക്കാടിൻ്റെ ഇടയിൽ അമ്മയുടെ ഒരു ചിത്രം കണ്ടു. പിന്നെ ഒത്തിരി ആളുകളെ ഡെഡ് ബോഡി പൂക്കളും അലങ്കരിച്ച് കൊണ്ടുപോകുന്നതായിട്ട് വെളിപ്പെട്ടു. എന്തായാലും കുടുംബങ്ങളുടെ വിശദീകരണമാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് 3-4 പേർക്ക് മെസ്സേജ് കിട്ടി. അങ്ങനെ കുടുംബത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.